പ്രിയമുള്ളവരെ, അന്തോണീസ് പുണ്യാളൻ 35-ാമത്തെ വയസ്സിലാണ് മരിച്ചത്. 1195 ഓഗസ്റ്റ് മാസം 15-ാം തീയതി ജനിച്ചു. ജൂൺ 13-ാം തീയതി മരിച്ചു 1231. ഈ മരണം കഴിഞ്ഞ് ശവസംസ്കാരം പെട്ടെന്ന് നടത്താൻ പറ്റി. വേറെ ഒന്നുമല്ല, വിശുദ്ധൻ മരിച്ചു എന്ന് വഴിയിലൂടെ ആളുകൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് ഇറ്റലിയിലെ അർസെല്ല എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ വിശുദ്ധൻ മരണപ്പെട്ടതെന്ന് ചരിത്രം പറയുന്നു. അവിടെ നിന്ന് പാതുവായിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അധികം ദൂരമില്ല, പക്ഷെ ആളുകളൊന്ന് പോയിട്ട് വേണമല്ല ഈ മൃതശരീരം ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ 13-ാം തീയതി മരിച്ചിട്ട് ഈ ശരീരത്തിൽ അവിടെയുള്ളവർക്കൊന്ന് തൊടാൻ പറ്റിയത് 17-ാം തീയതി ആയപ്പോഴാണ്. വെള്ളിയാഴ്ച ജൂൺ 13 വെള്ളിയാഴ്ചയാണ് മരിക്കുന്നത്. ശവസംസ്കാരം നടക്കുന്നത് 17-ാം തീയതി ചൊവ്വാഴ്ചയാണ്. അതുകൊണ്ടാണ് ചൊവ്വാഴ്ചകളിൽ വിശുദ്ധനോടുള്ള വണക്കത്തിന്റെ ദിവസമായിട്ട് കത്തോലിക്ക സഭ ആചരിക്കുന്നത്. വിശുദ്ധൻ മരിച്ചു 1 വർഷമാകുന്നതിന് മുമ്പ് മെയ് 30-ാം തീയതി പരിശുദ്ധ പിതാവ് എല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞു, ഈ വിശുദ്ധന്റെ ചരമവാർഷികം അത് ആഘോഷിക്കേണ്ട, കാരണം ഞാൻ ഇവനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കും. പ്രിയമുള്ളവരെ, ആഘോഷിക്കാൻ പറ്റാത്തൊരു വിശുദ്ധനാണെന്ന് പറയുന്നത്. മരണം കഴിഞ്ഞ് 352-ാമത്തെ ദിവസം ഈ വിശുദ്ധനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുക. ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് ഇത്ര എളുപ്പത്തിൽ വേറെ ആരെയും വിശുദ്ധരാക്കിയിട്ടില്ലെന്നാണ് പറയുന്നത്. പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ റെക്കോർഡ് വേറൊരുവൻ ഭേദിക്കുന്നുണ്ട്. അത് സെയിന്റ് പീറ്റർ ഓഫ് വെറോണ എന്ന് പറയുന്നത്. അത് 336 ദിവസമേ എടുത്തുള്ളൂ. അപ്പോൾ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. അദ്ദേഹം ഒരു ഡൊമിനിക്കൻ വൈദികൻ. പ്രിയമുള്ളവരെ, ഈ വിശുദ്ധ അന്തോണീസ് ഇങ്ങനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർന്നതിന് ശേഷം അത് എത്ര പെട്ടെന്ന് ഉയരാനുള്ള കാരണമെന്ന് വെച്ചാൽ ഒരുപാട് അത്ഭുതങ്ങൾ. ജീവിച്ചിരുന്നപ്പോൾ തന്നെ അത്ഭുതങ്ങളായിരുന്നു. മരണമടഞ്ഞതിന് ശേഷവും ഒരുപാട് അത്ഭുതങ്ങൾ ഇങ്ങനെ പ്രവർത്തിച്ചപ്പോൾ സഭയ്ക്ക് നിക്കക്കള്ളിയില്ലാതായിപ്പോയി. അങ്ങനെ ഉടനെ ഈ വിശുദ്ധനെ അല്ലെങ്കിൽ അന്തോണീസിനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കും.